ഏപ്രിൽ അവസാനിച്ചിട്ടും മാർച്ച് മാസത്തെ വേതനം ലഭിക്കാതായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ. ഏപ്രിൽ 15-നുള്ളിൽ കിട്ടേണ്ട വേതനം ലഭിക്കാതെ ആയതോടെ റേഷൻ കടകളുടെ നടത്തിപ്പും ജീവനക്കാരുടെ ശമ്പളവും താളം തെറ്റി. ഇതോടെ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് കടയിൽ സാധനങ്ങൾ എത്തിക്കേണ്ട ഗതികേടിലാണ് വ്യാപാരികൾ. മാർച്ച് ഏപ്രിൽ തുടങ്ങിയ 2 മാസത്തെ വേതനം മുടങ്ങിയതാണ് റേഷൻ വ്യാപാരികളുടെ പ്രതിസന്ധിക്ക് കാരണം. മാർച്ച് മാസത്തെ വേതനം ഏപ്രിൽ 15-നകം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇത്തവണ ഏപ്രിൽ കഴിഞ്ഞിട്ടും വേതനം വിതരണം ചെയ്യാതായതോടെ റേഷൻ സാധനങ്ങൾക്ക് പണമടയ്ക്കുന്നതിനും ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും കടയുടെ വാടക അടയ്ക്കുന്നതിനും കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ. കഴിഞ്ഞ 2 മാസമായി ഏപ്രിലോടുകൂടി 2 മാസത്തെ വേതനം റേഷൻ വ്യാപാരികൾ ലഭിച്ചിട്ടില്ല. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന റേഷൻ വ്യാപാരികളാണ്. ഞങ്ങളുടെ വേതനം എന്ന് ഉദ്ദേശിക്കുന്നത് 2 പേർക്കാണ്. പിന്നെ ഇതിൽ വാടക കൊടുക്കണം. പിന്നെ കഴിഞ്ഞ മാസം രണ്ട് മാസത്തെ അരി കൊടുക്കേണ്ട ഒരു ഗതിയോട് വന്നു. ആ സമയത്ത് 2 മാസത്തെ അരി എടുക്കണം, മണ്ണെണ്ണ എടുക്കണം, ഇതൊക്കെ വ്യാപാരി മുടക്കണം. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് റേഷൻ വ്യാപാരികളുടെ വേതനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 45 ക്വിന്റൽ വിൽപ്പന നടത്തുന്ന റേഷൻ വ്യാപാരികൾക്ക് 3000 രൂപയും 45 ക്വിന്റലിന് മുകളിൽ 20 രൂപ വീതം അധികം കമ്മീഷനും നൽകുന്ന തരത്തിലായിരുന്നു ജനുവരിയിൽ വേതനം പുതുക്കിയിരുന്നത്. ഇതുപ്രകാരം 45 ക്വിന്റൽ വിൽപ്പന നടത്തിയാൽ കിട്ടുന്ന അടിസ്ഥാന വേതനം 18,000-ൽ നിന്നും 21,000-ആയി ഉയർന്നിരുന്നു. 45 ക്വിന്റലിന് മുകളിൽ വിൽക്കുന്ന ഓരോ ക്വിന്റലിനും 180 എന്നുള്ളത് 200 രൂപയായും ഉയർന്നിരുന്നു. വേതന വിതരണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ധനകാര്യ ഭക്ഷ്യവകുപ്പുകൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.